എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബുധനാഴ്ച രാവിലെ ആയി ദോശയ്ക്ക് ചമ്മന്തി റെഡിയാക്കി വെച്ചു. ചായ ചമ്മന്തി അരച്ച് വെച്ചു. ഇപ്പോൾ സമയം 7:30 മണി കേട്ടോ. അപ്പോൾ ഇത് പച്ചമുളകായി പയറ് മെഴുക്ക് വരട്ടി രാവിലെ 7:30 കഴിയും. ഇത് ഫുൾ പപ്പടമാണ്. തുറക്കാൻ വലിയ പാട്. ഇത് മൊത്തം പപ്പടം ചുട്ട് വെച്ചു. മുട്ട പൊരിച്ച് വെച്ചു. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ചോറ് ദേട്ടെ അടുപ്പിൽ റെഡിയായി. ചോറ് റെഡിയായി, ഇനി ഊറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രാവിലെ. എന്നിട്ട് ഒരു സൈഡിൽ കൂടെ ദോശക്കല്ല് 3 ഇരിക്കുന്നുണ്ടോ. രാവിലെ 7 ആയപ്പോഴേക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് എന്നിട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞിട്ടുള്ള മുഖമൊക്കെ ഇരിക്കുന്നുണ്ട്. രാവിലത്തെ ജോലി ചെയ്തുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ എൻ്റെ ഇന്നത്തെ ബുധനാഴ്ചത്തെ മോർണിംഗിലെ റൊട്ടീൻ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കാണിച്ചത്. പിന്നെ ഞാൻ അടുത്തടുത്ത എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരാം. ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 പേരെയും കൊണ്ടൊരു യാത്രയിലേക്ക് പോകുകയാണേ. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു കംപ്ലയിൻറ്റ് വെച്ചാൽ പൊടി കയറിയതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതെ 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 ഇപ്പം മംഗലങ്ങ് മാറിയല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഇതിനകത്ത് ഇത് ആരാ മക്കളെ ഇരിക്കുന്നേ? സെറക്കുട്ടി ഇങ്ങോട്ടൊക്കെ ഇതാ മുത്തുമണിയേ ചിന്നക്കട്ടിയെ നോക്കി നോക്ക് എൻ്റെ പൊന്നെന്തിയാ ഇത്? ഇതേ മോളെ നമുക്ക് ടാറ്റ പോടാ. നമുക്ക് ടാറ്റ പോടാ. ടാറ്റ പോ നമുക്ക്. ടാറ്റ വാ. ടാറ്റ പോവാം കൂട്ടാ. ഓരോരുത്തരെയും ഞാൻ എവിടെ കൊണ്ടുവന്ന് നോക്കണേ. ഓക്കെ അല്ല, 2 പേരുടെയും കൂടെ 2 ഇവിടെ കിടക്കണുണ്ടോ അതിനകത്ത്. മക്കളെ ഡാ എൻ്റെ മടിയിൽ എൻ്റെ കൊച്ചി ഇരിക്കുന്ന കണ്ടോ. കൊച്ചി നമ്മച്ച് ചോറ്റപ്പോ കൊച്ചിനെ ഞാൻ ഇപ്പോൾ ഇതിനകത്തോട്ട് കയറ്റാൻ പോവാ. കയറ്റിയിരുത്തി. നമ്മൾ അടുത്ത ആളിനെ എടുത്തു. എൻ്റെ സ്കൈക്കുട്ടിനെ കണ്ടോ. ഇടാ മോനെ കണ്ടോ. നോക്കടാ നീ. മോനെ നോക്കടാ നീ. അവ അങ്ങനെയൊന്നും നോക്കത്തില്ല. അവന് ഇച്ചിരി മസിൽ പിടുത്തം കൂടുതലുള്ളവരാ. ഇങ്ങോട്ട് നോക്കൂട്ടാ. അവന് ചാടാൻ നിൽക്കുകയാണേ. ഇങ്ങോട്ട് നോക്കട്ടെ നീ. കണ്ടോ അവനെയും പിടിച്ച് ഞാൻ കൂട്ടിലിടാം. കൊണ്ട് അവനിരിക്കുന്നുണ്ട് എൻ്റെ കൈ ബലത്തിൽ. മുത്തേ ബാക്കി കണ്ടോ മക്കളെ. സ്കൈയെ ഇനി ഈ ആക്ക് പറ്റിയൊരു കൂടി ആക്കും ഉണ്ട്. കണ്ടോ കണ്ടതോ ഇരിക്കുന്ന. അടുത്ത ആളിനെ എന്തേ കൊണ്ടുപോവുക. അങ്ങനെ 3 പേരെ 3 ബോക്സിനകത്താക്കിയിട്ട് നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കോളാം. ഇത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. കേരള സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഞാനിപ്പം വിളിക്കുന്ന രീതി ഉണ്ടോ. ഓരോരുത്തർ ഡോഗിനെ കൊണ്ടിരിക്കുന്നുണ്ട്. പൊമ്മറേനിയും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ എൻ്റെ ജൂലിനെ. മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ആശുപത്രി സ്വാഗതം. ഇന്നുണ്ടോ 10:45 ഞാൻ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വന്നതാണ്. ജൂലിയ ഉണ്ടോ മറ്റേ എൻ്റെ അതായത് സ്കാൻ ചെയ്തു, ബ്ലഡ് എടുത്തു, ഡോക്ടർ മേടിച്ചു. അതിന് ഇത്രയും ടൈം വല്ലാത്ത ടൈമായിപ്പോയത്. നമ്മൾ ഉച്ചയായപ്പോഴേക്കും മമ്മിയും എൻ്റെ സ്കൈനസറിയും കൂടെ ഞാനങ്ങ് തിരിച്ചു വിട്ടു. കാരണം അവരിതിനകത്തിരുന്ന് ചൂടുകൊണ്ട് അവിയുമായിരുന്നു. ഇവിടെ റെക്കമെൻഡുള്ള ഡോക്ടേഴ്സിനെ മാത്രമേ മറ്റ് അതർ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നവരെ മാത്രമേ പെറ്റ്സിനെ മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. അപ്പോൾ സ്കൈയും സെറയും എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചുകൊണ്ട് പോയിരുന്നു. ഇപ്പോൾ സ്കാൻ ചെയ്യുന്നതിനും നല്ല ക്യാഷ്. എന്താ വെച്ചാൽ സ്കാൻ ചെയ്യുന്നതിനും ബ്ലഡ് എടുത്തതിനും ഒക്കെ എൻ്റെ 980 രൂപ വാങ്ങി. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തു പോയി ഒരു മെഡിസിൻ എടുത്തതിന് 600 സംതിങ് രൂപ. പിന്നെ
അതിന് മുമ്പ് കുറച്ച് മെഡിസിൻ ഇവിടെ ചെയ്തതിന് ഏകദേശം എനിക്ക് ആദ്യം പോയിട്ട് ഫസ്റ്റ് ടൈം ഒരു 400 രൂപയുടെ ഫസ്റ്റ് ഒരു മെഡിസിൻ എടുത്തു, ഇഞ്ചക്ഷനൊക്കെ ആയിട്ട്. അങ്ങനെ നല്ലൊരു ക്യാഷായി. പക്ഷേ ഇത്രയും നേരമായിട്ട് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സമയം 3:40. ഇനി വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് വീണ്ടും ഉണ്ട് അവിടുത്തെ പരിപാടി. എൻ്റെ കുട്ടനകത്തിരുന്നാണ്ട് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പാവ അതും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ട്രിപ്പ് സർജറിട്ട് 10:45 ഇത്രയും ടൈം 3:40 വരെ ഇതിനു വേണ്ടി മാത്രമാണ് എടുത്തത്. സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്ത ടൈം എടുപ്പായിപ്പോയി. വെളുപ്പിനെ എഴുന്നേറ്റ് ഇത്രയും ഫുഡൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് പിന്നെ ഇത്രയും ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകും. ശരിക്കും പറയുകയാണെങ്കിൽ കുഴഞ്ഞു പോകും. പിന്നെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ വെക്കാൻ പോവാണ്. ജോലിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനതേണ്ട കുക്കറിനകത്ത് അത് സവാള അരിഞ്ഞ് കുക്കറിനകത്ത് വേവിക്കുന്നത് വെച്ചാൽ വഴറ്റുന്നതിനെക്കാട്ടി നന്നായിട്ട് നമ്മൾ കുറച്ച് സവാള എടുത്ത് അരിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ വഴറ്റുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വഴറ്റി കിട്ടും. അപ്പം അങ്ങനെ ഞാൻ കുക്കറിനകത്തേക്ക് സവാള ഇട്ടിട്ടുണ്ട്. അതിന് ഒരു 2 വിസിൽ കേൾക്കുമ്പോഴേക്കും ഞാനത് ഓഫ് ചെയ്യും. ആ സമയത്ത് ഞാൻ ചിക്കൻ വാഷ് ചെയ്തുകൊണ്ട് വരട്ടെ. 4 കിലോ ചിക്കനുണ്ട്. അതുകൊണ്ട് കുറച്ച് കപ്പലണ്ടി. ഇത് 3 കരിക്കിൻ്റെ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്. ഇത് 3 കരിക്കിൻ്റെ അകത്തെ കാമ്പാണ്. പിന്നെ ഇത് ഇത്രയും പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാണ്ട് ഇനി എനിക്ക് വേണ്ടത് കുരുമുളക് പൊടി. അത് നമ്മൾ ആ സ്പോട്ടിലിടുന്നത് തന്നെ കുരുമുളക് പൊടി. മുളക് പൊടി ഒന്നും നമ്മളിതിനകത്ത് ചേർക്കാറില്ല. അപ്പം ഞാൻ ഈ കുക്കറിനകത്തേക്ക് മിക്സിക്കകത്തേക്ക് ഈ കാമ്പിനെ മൊത്തത്തിലിടുകയാണേ. കാമ്പും ഇട്ട് ഞാൻ കുറച്ച് തേങ്ങാവെള്ളവും കൂടെ ഒഴിച്ച് ഈ അണ്ടിപ്പരിപ്പും കപ്പലിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് അരയ്ക്കാൻ പോവാം. കണ്ടോ, അത് ഫുള്ള് ഇട്ട് എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പിട്ടു. കപ്പലിൻ്റെ തൊലി കളയാൻ പറ്റിയ തൊലി ഞാൻ അറിയാണ്ട് എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചപ്പോൾ ഒന്ന് തണുത്തു പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ തൊലി കളയാനൊന്നും നിൽക്കണില്ല. തൊലി കളഞ്ഞിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മതി, അത്രയും കപ്പലണ്ടി മതി. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഈ കരിക്കിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്, ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ? എന്നിട്ട് ഞാനിതിനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചുകൊണ്ട് വരാം. സവാള എൻ്റെ കുക്കറിലിട്ട് നമ്മൾ 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ ആ സവാളയുടെ രീതി കണ്ടോ. സവാള നന്നായിട്ട് നമുക്കങ്ങ് വഴറ്റി കിട്ടും. നമ്മൾ അല്ലാണ്ട് നോർമൽ നമ്മൾ വഴറ്റുന്ന പോലെയല്ല. കുക്കറിലൊന്ന് 2 സവാള വഴറ്റിയിട്ട് പിന്നെ ഞാൻ ഉരുളിയിലേക്ക് മാറ്റി. അപ്പോൾ എന്നിട്ട് തീ കൂട്ടിയിട്ട് ഞാൻ സവാള ഒന്നുകൂടെ നന്നായിട്ട് കുറുകി നല്ല ഭംഗിയായിട്ട് ഞാൻ സവാള ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് 2 തക്കാളിയും കൂടെ അരിഞ്ഞ് ഇതിനകത്ത് ഇടണേ. ഞാൻ ആ തക്കാളിയുടെ കാര്യം പറഞ്ഞില്ല. ഒരു 2 തക്കാളിയും കൂടെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അരിഞ്ഞിടും. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയും തക്കാളിയും ഒരു 3 തക്കാളിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോവാം. അതിന് മുമ്പ് ഞാൻ ഈ പച്ചമുളക് ഒന്നിടട്ടെ. പച്ചമുളക് കീറിയ പച്ചമുളക് അത്രയും ഇട്ടു. ഈ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ അതിലേക്ക് ഇടുക. ഞാൻ ഇതിപ്പോൾ വഴറ്റിയിട്ടുണ്ട്. പച്ചമുളക് മാറുന്നത് വരേക്കും ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ എൻ്റെ ചിക്കൻ പീസ് എടുത്തിടാൻ പോവാം. ഈ ചിക്കനെ ഞാൻ ഇനി അതിനകത്തേക്ക് എടുത്തിടുക. ഇതിനകത്തേക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കരിക്കിൻ വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ അതും കൂടി അതിനകത്തേക്ക് ചേർത്തു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഈ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന കരിക്ക്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി ഇത് 3 കൂടി ചേർത്ത് ഞാൻ അതിനകത്തേക്ക് ചേർക്കാൻ പോവാം. ഇതിനെ ഞാനിനി ഇച്ചിരി നേരം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. കാരണം എരിവ് വേണം. പിന്നെ 5-6 പച്ചമുളക്. എനിക്ക് എരിവ് ഫീൽ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3-4 പച്ചമുളകും കൂടി വീണ്ടും ഞാൻ ഒന്നുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി ഇതിനെ അടച്ച് വെച്ച് ഒന്നും കൂടി ഞാൻ വേവിക്കാം. ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത്. കാരണം ചിക്കൻ ചൂടാണ്, ഇപ്പോൾ ചൂട് സമയം കൂടിയാണ്. അപ്പോൾ 2 സ്പൂൺ കുരുമുളക് കൂടുതൽ അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ലേശം ഇച്ചിരി കുരുമുളക് മുമ്പിലോട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
അപ്പം കുറയ്ക്കേണ്ടവർക്ക് അത് കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ടെൻഡർ കോക്കനട്ട് ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, കാണാണ്ടിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഇത് പുട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിരട്ടപ്പുട്ടാണ് കേട്ടോ. നൈറ്റിലുണ്ടാക്കുന്ന ചിരട്ടപ്പുട്ട് അതാണ്ടിത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ നൈറ്റിലെ ഫുഡ് ചിരട്ടപ്പുട്ടും ടെൻഡർ കോക്കനട്ട് ചിക്കനോ. സ്പീഡിൽ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയല്ലോ അല്ലേ. അപ്പം അതും ചിരട്ടപ്പുട്ടും കൂടി ഇന്നത്തെ എൻ്റെ വിഭവം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അയ്യോ എൻ്റെ വീർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും നല്ല ടയർഡായിട്ട് നിൽക്കുക ഞാനിന്ന്. കാരണം ജൂലിയെ കൊണ്ടുപോയി എനിക്കിന്നൊരു ദിവസം സമയം റെസ്റ്റ് കിട്ടിയതേ ഇല്ല. പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ 4:45 വെളുപ്പിന് 5 മണിക്ക് ഇരുന്നിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിച്ച് രാവിലത്തെ ദോശയിലാണ് വൈകിട്ട് 4:45 വരെ നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോഴേക്കും ഞാൻ ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ശരി, എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. വീണ്ടും ഞാൻ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവരെ എല്ലാവരുടെയും